ഒരുപാട് പൈസ ചെലവായിട്ടുണ്ട്. തുടക്കത്തിൽ എന്നെ കൊണ്ട് എല്ലാ ഡോക്ടർമാരുടെ വീട്ടിലും പിന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു. വേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴും ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. ഈ കത്രയും വെച്ചാണ് 5 വർഷം ഈ ജോലിയൊക്കെ പണിക്ക് പോകും. പണി ഇച്ചിരി ചെയ്യുമ്പോ അണയ്ക്കും. അതുപോലെ ഇപ്പൊ എവിടെയെങ്കിലും യാത്രയ്ക്ക് ഒറ്റയ്ക്ക് നടന്നു പോയാൽ ഭയങ്കര അണവല്ല എനിക്ക്. അപ്പൊ ഞാൻ ഓർക്കണത് വല്ലത്തിന്റെ ആളാന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര അണവല്ല. പിന്നെ നടുവേദനയുണ്ടോ ചില നേരത്തൊക്കെ. തൊഴിലുറപ്പിൽ ചെല്ലുമ്പോഴൊക്കെ നടുവേദനയൊക്കെ കാണുമായിരുന്നു. അതൊക്കെ ഞാൻ കൂട്ടാക്കാതെ നടക്കും. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ മെഡിക്കൽ കോളേജിൽ ചെന്നില്ലേ? അപ്പൊ അവിടുത്തെ ഡോക്ടറോട് പറഞ്ഞു ഈ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ഞാൻ മറ്റു ശസ്ത്രക്രിയകളൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോ അവർ സമ്മതിക്കുന്നുണ്ട് ഇവിടുന്ന് തന്നെ സംഭവിച്ചതെന്ന്. അത് ഡോക്ടർമാർക്ക് ഇന്ന് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു അവർക്ക് സംഭവിച്ചതെന്നൊന്നും അവരൊന്നും എടുക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ നമ്മളെല്ലാ റെക്കോർഡുകളും കൊണ്ടുപോയായിരുന്നു. അവർ ഡോക്ടർമാർ സമ്മതിച്ചില്ല അവരുടെ വീഴ്ചയാന്ന്. അവരുടെ വീഴ്ചയാണെന്ന് സമ്മതിക്കാൻ നമുക്ക് ലളിതാംബിക ഡോക്ടർ ഇല്ലല്ലോ. അറിയില്ല അവർക്കല്ലേ. ഇത് നമ്മള് ഡോക്ടർ പറഞ്ഞിട്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് എടുക്കും. അതായത് ഇപ്പൊ വണ്ടാനം മെഡിക്കൽ കോളേജിലുള്ള ഇപ്പോഴത്തെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഡോക്ടർ തന്നെയല്ലേ ഇപ്പൊ നോക്കിയത്? ഇപ്പൊ വണ്ടാനത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ നോക്കി. അപ്പൊ നാസർ ഡോക്ടറുടെ വീട്ടിൽ ഞങ്ങൾ കൊണ്ട് കാണിച്ച ഈ മൂത്രത്തിൽ കൂടെ ബ്ലഡ് വരുന്ന കണ്ടുണ്ട്. അപ്പോഴാ പുള്ളിക്കാരൻ ഡോക്ടറാണ് എനിക്ക് ഈ എക്സ്റേ എടുക്കാനും സ്കാൻ ചെയ്യാനും എല്ലാം കുറിച്ച് തന്നത്. ഈ എക്സ്റേ എടുക്കാൻ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സജ്ജീകരണം ഉണ്ടായിട്ടും അമ്മേനെ കൊണ്ട് എക്സ്റേ എടുപ്പിച്ചെവിടുന്ന? എക്സ്റേ എടുപ്പിച്ചത് വണ്ടാൻ പിന്നെ എവിടുന്നാണ് ശങ്കേഴ്സിന്നാന്ന് തോന്നുന്നു. പുറത്ത് സ്വകാര്യ നമ്മള് ഡോക്ടറുടെ വീട്ടിൽ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർ തന്നെയാണ് നമുക്ക് എക്സ്റേ എടുക്കാനും മൂത്രം പരിശോധിക്കാനും സ്കാൻ ചെയ്യാനും ഒക്കെ ഡോക്ടർ കുറിച്ച് തന്നിട്ട് ഒരുപാട് പൈസ ചെലവായിട്ടുണ്ട്. തുടക്കത്തിൽ എന്നെ കൊണ്ട് എല്ലാ ഡോക്ടർമാരുടെ വീട്ടിലും പിന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു. വേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴേ ഇഷ്ടംപോലെ പൈസയും ചെലവായിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ജീവൻ തന്നെ ആപത്തുണ്ടാകുന്ന ഒരു കാര്യമല്ല. അപ്പൊ സർക്കാർ നഷ്ടപരിഹാരം തരണ്ടേ അമ്മയ്ക്ക്? പിന്നെ എനിക്ക് വേണം നഷ്ടപരിഹാരം വേണം. നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നുണ്ടല്ലേ?